കൊള്ളാമോ? ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഹെയർ വാഷ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി ഇത്ര ഞാൻ ഡിലേ ആക്കാറില്ല. ലൈക്ക് ഒരു 2 to 3 ഡേയ്സിൽ ഞാൻ ഹെയർ എപ്പോഴും വാഷ് ചെയ്യും വീക്ക്ലി. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ മേളിലായിപ്പോയി. കാരണം എനിക്ക് ഫസ്റ്റ് തിങ് ജലദോഷവും ഫീവറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്ന് തല കഴുകിയിട്ട് എനിക്ക് വല്ലാണ്ട് പിന്നെയും കോൾഡ് വന്നിട്ട് ഭയങ്കര സീനായിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ആക്കിയതാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോഴത്തേനും ഞാൻ ഓർത്ത് ഓക്കെ വന്നാൽ പിന്നെ ഓയിലൊക്കെ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹെയർ വാഷ് ഡേയിൽ മെയിൻലി ചെയ്യാറ് ഓയിൽ ചെയ്യും ഹെയർ. ഇപ്പം എല്ലാവരും ഇപ്പം എൻ്റെ കളേർഡ് ഹെയർ ആണ്, ഞാൻ റീസെൻ്റ് കളർ ചെയ്തിരുന്നു. സ്റ്റിൽ അപ്പോഴൊന്നും ഓയിൽ ചേർന്ന് എല്ലാവരും പറയും. സ്റ്റിൽ എനിക്ക് ഓയിൽ ചെയ്തില്ലെങ്കിൽ ഒരു പീസ് ഇല്ല. അപ്പോൾ എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ഉള്ള പോലെ തോന്നും. അപ്പം അത് മാത്രമല്ല, ഇത് ഞാൻ തന്നെ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ സാധനമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ബേസിക്കലി റോസ്മേരി വെച്ചിട്ടുള്ള, നമ്മുടെ കോക്കനട്ട് ഓയിൽ റോസ്മേരി ചേർത്തിട്ടുള്ള ഓയിലാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് എനിക്കുള്ള ഓയിലൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ ഹെയർ പൊഴിഞ്ഞു പോവും. അപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിവേ ഇതാണ് എൻ്റെ ഹെയർ. ഇത് തീരാനായി. ഇത് ഇത്ര ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ തീരാനായി. അപ്പോൾ തീർന്നു കഴിയുമ്പോഴത്തേന് ഞാൻ അടുത്തത് സെറ്റ് ഉണ്ടാക്കും. അപ്പം നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹെയറിൽ ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ റഫ്നെസ് മാറാനുള്ള ഇത് ഇട്ടാൽ മതി. ഞാനിങ്ങനെ ഫുള്ള് ഹെയർ പാർട്ടീഷൻ ആക്കി അതിൻ്റെ ഇടയിൽ ഫുള്ള് ഇട്ട് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം സ്കാൽപ്പിലൊക്കെ ഓയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യും. നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മളെപ്പോഴും ഇവിടുന്ന് എടുക്കുമ്പം ഹെയർ നമ്മൾ മസാജ് ചെയ്യേണ്ടത് എപ്പോഴും ഈ ഡയറക്ഷനിലാണ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണ്, ആ ഡയറക്ഷനിലാണ് നമ്മൾ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹെയറല്ല, ഹെഡ്. പിന്നെ കൈ ഉപയോഗിച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ മസാജ് സ്ഥിരമായിട്ട് നമ്മൾ തലയിൽ മസാജ് ഞാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹെഡ് മസാജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനൊത്തിരി നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ്, നമുക്കിപ്പോൾ ഹെയർ ഗ്രോത്ത് വേണമെങ്കിൽ തന്നെ നമ്മൾ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഭാഗത്ത് വരുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ഹെയർ, അതായത് കഷണ്ടി പോലെയൊക്കെ വരുന്നതും പിന്നെ ഹെയർ ഒത്തിരി എന്താ പറയുക അവിടുന്ന് പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അത് പാരമ്പര്യമായിട്ടൊക്കെ അത് ഉണ്ടാവുന്നതാണ്. അതിപ്പോൾ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് ഒരു പരിധി വരെ ഇപ്പം, അതായത് വേറെ റീസൺസ് കൊണ്ട് മുടി പൊഴിഞ്ഞു പോകുമല്ലോ. അതായത് എന്താ പറയുക, കാലാവസ്ഥ മാറുമ്പോഴും വെള്ളം, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എല്ലാത്തിനും ഇത് അഫക്റ്റ് ചെയ്യും ആക്ച്വലി. പിന്നെ ഹോർമോൺ, അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പം ഇതെല്ലാത്തിനുപരി ഇതെല്ലാം അവിടെ ഉണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ കെയർ ചെയ്യേണ്ടതുപോലെ നമ്മൾ കെയർ ചെയ്യണമല്ലോ. അപ്പം ഞാനിത് കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ മാറുന്നതോറും നല്ല ഹെയർ ഫോൾ വരാറുണ്ട്. ഹെയർ ഫോൾ വരും, ഹെയർ പോകും. ചിലപ്പോൾ ഒത്തിരി പോയിട്ടുണ്ടാവും. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുടിയൊക്കെ കുറവായിരിക്കും, സ്റ്റിൽ പിടിച്ചു നിൽക്കും. പുതിയ ഹെയർ നമ്മൾ മുളപ്പിച്ചെടുക്കും. എന്താ പറയുക, മസാജ് ചെയ്ത് വരുത്തിക്കും. അപ്പം അതാണ്, അതായത് വളരെ അധികം സമ്മർദ്ദം ഞാൻ കൊടുത്തിട്ടാണ് മുടിയൊക്കെ വളർത്തിയെടുക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ചെയ്യണം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഹെഡൊക്കെ മസാജ് ചെയ്ത് എണ്ണയൊക്കെ എല്ലായിടത്തും എത്തിച്ച് വെച്ചിട്ടുണ്ട്. കളറുള്ള ഹെയറിൽ ആക്ച്വലി ഒരുപാട് എണ്ണ ഇടരുത് കേട്ടോ. എണ്ണ ഇട്ട് കഴിഞ്ഞാൽ കളറ് പെട്ടെന്ന് പോവും. പക്ഷേ എനിക്കിടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കളർ അങ്ങ് സാക്രിഫൈസ് ചെയ്യും. പിന്നെ നമ്മൾ ഹെഡ് മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറേ മുടിയൊക്കെ ഇങ്ങനെ ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം പേടിക്കരുത്, നമ്മൾ പേടിക്കാനേ പാടില്ല. അത് നമ്മളിപ്പോൾ അത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ കാണാതെയോ കണ്ടിട്ടൊക്കെ മുടി തലേന്ന് ഇറങ്ങിപ്പോവും. കാരണം അതൊക്കെ എക്സ്പയർഡ് ആയിട്ടുള്ള മുടികളാണ്. അപ്പോൾ അത് പൊഴിഞ്ഞു പോവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ തലയിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും വരുന്നതാണ്. കഴിഞ്ഞിട്ട് ഞാൻ മുടി ഒന്ന് കെട്ടി വെക്കും. അതായത് ഇങ്ങനെ വെച്ചിട്ട്
കുറച്ച് നേരം അതിനെ അവിടെ വിടും. അപ്പം ഒന്ന് ഹെയർ എണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ച് സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോയി ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കൊള്ളാമോ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഹെയർ വാഷ് കഴിഞ്ഞു, സ്റ്റൈൽ ചെയ്തു. ബൈ.